ഇരിങ്ങാലക്കുട രൂപതയുടെ ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൽ ഈ കഴിഞ്ഞ അമ്പ് തിരുനാൾ ആഘോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്നും പുതുതായി പട്ടം സ്വീകരിച്ച 4 വൈദികരെയാണ് തിരുനാൾ ആഘോഷത്തിന്റെ കുർബാനയ്ക്കായി അവിടുത്തെ വികാരിയച്ഛൻ ക്ഷണിച്ചത്. എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, ഞാനും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരുനാൾ ആഘോഷത്തിന്റെ ബലിക്കായി ഒരുങ്ങുമ്പോൾ അവർ 4 പേരും നവബലി അർപ്പണത്തിന്റെ ഒരു ഭാവത്തോടുകൂടെ പരിശുദ്ധ ബലിപീഠത്തെ സമർപ്പിക്കുമ്പോൾ അവർക്ക് എല്ലാവിധ ആശംസകളും കൊടുത്ത് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ അവരിൽ ഒരു വൈദികൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛോ പ്രസംഗം കഴിഞ്ഞിട്ട് പോയാൽ മതി. ലിൻഡോച്ചനാണ് അന്നത്തെ പ്രസംഗം. നല്ല പ്രസംഗമാണോ വെച്ചാൽ അത് കേട്ടിട്ട് പോയാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്തിരി തിരക്കുണ്ട്, അല്ല അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെ ഞാൻ ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി നിന്നു. പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പോരാൻ തോന്നിയില്ല. അത് മുഴുവൻ കേട്ടതിന് ശേഷമാണ് ഞാൻ എൻ്റെ പള്ളിയിലേക്ക് തിരിച്ചു പോയത്. ലിൻഡോച്ചൻ പറഞ്ഞ പ്രസംഗത്തിൻ്റെ ഒരു കാര്യം എൻ്റെ മനസ്സിലിങ്ങനെ വല്ലാതെ ഇങ്ങനെ കൊളത്തി കിടക്കുന്നുണ്ട്. അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ഇറക്കി വിടാൻ ഈ സമയം ഞാൻ ആഗ്രഹിക്കാം. ലിൻഡോച്ചൻ വൈദികനാകുന്നതിന് മുമ്പ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ചെറിയ ഒരു ഇടവകയിൽ 6 മാസത്തെ ഡീക്കൻ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം, അധികം വലുതല്ലാത്ത ഒരു ഇടവക, ഞായറാഴ്ചകളിൽ യുവജനങ്ങളോടുകൂടെ ഈ അച്ഛൻ സമയം ചെലവഴിക്കും. അങ്ങനെ ചിലവഴിക്കുന്നതിനിടയിൽ ഉച്ച സമയം കഴിയുമ്പോൾ അവിടെ ആരാണോ ഉള്ളത് അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലും. നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, നേരത്തെ പറയാതെ ഉച്ച സമയത്ത് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒരു അസ്വസ്ഥത അമ്മമാർക്കുണ്ടാകും എന്നുള്ളത് അറിയാം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ വീട്ടിലെ അമ്മച്ചിയെ അധികം ബുദ്ധിമുട്ടിക്കാതെ അവിടെ ഉള്ളത് അവർ കഴിക്കും. അല്ലെങ്കിൽ അവിടെ ഉള്ളത് കൊണ്ട് അവർ അടുക്കളയിൽ കയറി ചെറിയൊരു പാചകമൊക്കെ നടത്തി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോകും. അങ്ങനെ ഒരു ദിവസം ഒരു വീട്ടിലേക്ക് കയറി ചെന്നു. വീട്ടിൽ 2 മക്കളാണുള്ളത്. ഒരുവൻ 21 വയസ്സ് യുവാവായി അവരുടെ യുവജന സംഘത്തിലുണ്ട്, വേറൊരുവന് 9ാം ക്ലാസ്സിൽ പഠിക്കാൻ. അങ്ങനെ അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഭക്ഷണം കഴിക്കാനായിട്ട് അവർ ഭക്ഷണ മേശയ്ക്ക് അരികിൽ വന്നു, പ്രാർത്ഥിച്ചു, ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. ആ സമയത്ത് അവിടെയുള്ള മൂത്ത മകനും അമ്മയും തമ്മിൽ ചെറിയൊരു കശപിശ. അത് ശ്രദ്ധിച്ച ഈ നവവൈദികനായ ഷിൻഡോച്ചൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അമ്മച്ചി പറഞ്ഞു, ചെറിയൊരു കുഴപ്പമുണ്ട് ബ്രദറെ. കാരണം ഇവിടെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു ശീലമുണ്ട്. വേറെ ഒന്നുമില്ല, ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. രണ്ടാമത്തത്, ഒരു പിടി ആദ്യം ഇവർക്ക് വാരി കൊടുത്തതിന് ശേഷമാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഒരു പിടി വാരാൻ അല്ലെങ്കിൽ വാരി കൊടുക്കാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ്. ഇവൻ സമ്മതിക്കുന്നില്ല. കാരണം അവൻ്റെ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരുമാണ് ഉള്ളത്. വാരി കൊടുക്കുന്നത് കണ്ടാൽ പിറ്റേ ആഴ്ച മുതൽ അവനെ കളിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇന്ന് വാരിത്തരാൻ അവൻ സമ്മതിക്കണം. അപ്പോൾ ഷിൻഡോച്ചൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു പോംവഴി പറയാം, അവന് മാത്രം കൊടുത്താൽ പോരാ, ഞങ്ങൾക്കൊക്കെ തരാം. അവന് മാത്രം കൊടുത്താൽ പോരാ, ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മച്ചി ഇന്ന് വാരി തരണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് 10-15ഓളം യുവതി യുവാക്കൾക്ക് അമ്മ ഒരു ഉരുള ചോറ് വാരി കൊടുത്തതിന് ശേഷം അവർ ആസ്വദിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അവർ ആ വീട്ടിൽ നിന്ന് പോകുക. അന്ന് രാത്രി അച്ഛൻ കിടക്കാൻ നേരത്ത് വാട്സപ്പ് മെസ്സേജുകളൊന്നും എടുത്തു. ഉച്ച സമയത്ത് ഭക്ഷണത്തിനുണ്ടായിരുന്ന ഒരുത്തന്റെ വാട്സപ്പ് സന്ദേശം, അത് ശബ്ദ സന്ദേശം, ഏതാണ്ട് 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ശബ്ദ സന്ദേശം അച്ഛന് ലഭിക്കാൻ. അത് അച്ഛൻ കേട്ടപ്പോൾ അതിന്റെ ഒരു രത്ന ചുരുക്കം എങ്ങനെയാണ്, അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നു, കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രി ഒരു സംഭവം ഉണ്ടായച്ചു, അതൊന്ന് പറഞ്ഞിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ശബ്ദ സന്ദേശം അച്ഛൻ അയക്കുന്നത്. ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മച്ചിയും അപ്പച്ചനും അനുജത്തിയും കൂടെ ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കത്തിന്റെ സമയത്ത് അമ്മ അടുക്കളയിൽ നിന്ന് ഭക്ഷണങ്ങൾ ഇങ്ങനെ ചൂടാക്കി ഓരോന്നോരോന്നായി ഭക്ഷണമേശയിലേക്ക് ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നതിന്റെ തിരക്കിലാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മച്ചി ഇന്ന് എനിക്ക് ഇത്തിരി ചോറ് വാരി തരുമെന്ന് ചോദിച്ചു. തിരക്കിട്ട് അടുക്കളയിൽ നിന്ന് മേശപ്പുറത്തേക്ക് സാധനങ്ങൾ ഇങ്ങനെ വാരിക്കോരി എടുത്തു കൊണ്ടുവയ്ക്കുന്നതിനിടയിൽ ഈ ചെറുപ്പക്കാരന്റെ ഈ ചോദ്യം അമ്മയുടെ തിടുക്കത്തെ അത് സാരമായി ബാധിക്കാൻ. അമ്മ പെട്ടെന്ന് കുറച്ചു നേരത്തേക്ക് സ്റ്റക്കായി പോയി. കുറച്ചു നേരം ഈ അമ്മ ഈ മകനെ ഇങ്ങനെ നോക്കി. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു പാത്രം എടുത്തിട്ട്
അതിലേക്ക് കുറച്ച് ചോറും കുറച്ച് കറികളും ഒക്കെ വാരിയെടുത്ത് എങ്ങനെയൊക്കെയോ കുഴച്ച് ഒരു പിടി ഇവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ആ സമയത്ത് ഈ മകൻ, ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, അച്ഛാ, ആ പിടി അമ്മ എൻ്റെ വായിലേക്ക് വയ്ക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ അമ്മയെ ശ്രദ്ധിച്ചത്. അമ്മയുടെ കണ്ണുകൾ ഈറനണിഞ്ഞിട്ടുണ്ടായിരുന്നു. കവിൾ തടങ്ങളിലൂടെ ഇങ്ങനെ കണ്ണുനീരിങ്ങനെ കുടുകുടാന്നിങ്ങനെ താഴേക്ക് വീഴുക. അമ്മ എന്തിനാണ് കരയണേന്ന് എനിക്ക് മനസ്സിലായില്ല അച്ഛാ. അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിക്കണത്, ഞാനും കരയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞത് എന്തെന്നാണെന്ന് മനസ്സിലായില്ല. എന്ത് തന്നെയായാലും ഒരുപാട് നാളത്തെ ആസ്വദിച്ച് രാത്രി ഭക്ഷണം കഴിച്ച ഒരു ദിവസമായിരുന്നു. മനസ്സിനൊരു വല്ലാത്ത സുഖം എന്ന് പറഞ്ഞുകൊണ്ട് ആ ശബ്ദ സന്ദേശം അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, ഈ അമ്മ എന്തിനാണ് കരഞ്ഞതെന്നും ഈ പുത്രൻ എന്തിനാണ് കരഞ്ഞതെന്നും അവർക്ക് കൃത്യമായിട്ടറിയാം. എനിക്കും അറിയാം, ഇത് കേട്ട നിങ്ങൾക്കും അറിയാം. പലപ്പോഴും നമ്മളിങ്ങനെ തിരക്കിൻ്റെ നെട്ടോട്ടത്തിൽ കൂടെയുള്ളവരുടെ ജീവിതത്തെ തിരിച്ചറിയാൻ സാധിക്കാതെ നമുക്ക് പലപ്പോഴും പോകുന്നുണ്ട്. അങ്ങനെ തിരക്കിൻ്റെ തത്രപ്പാടിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമ്പോൾ പലപ്പോഴും ചില മക്കൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ യാത്ര പെട്ടെന്ന് നിലച്ചു പോകും. ആ സമയത്ത് നാം പോലും അറിയാതെ നമ്മളുടെ കണ്ണുകളിൽ നിന്നിങ്ങനെ കണ്ണുനീർ ധാരയായി താഴേക്ക് വീഴും. ഏതോ സമയത്ത് പൊക്കിൾ കൊടി ബന്ധത്തെ ഇങ്ങനെ വിച്ഛേദിച്ച് കളയുമ്പോൾ ആ വിച്ഛേദിച്ച് കളഞ്ഞ പൊക്കിൾ കൊടി ബന്ധം പിന്നീട് ഈ കണ്ണീർ ചാലിലൂടെ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനാൽ പ്രിയമുള്ളവരെ, തിരുനാൾ ആഘോഷത്തിലൂടെ നാം ഇങ്ങനെ കടന്നു പോവുകയാണ്. നാവിനെ വിശുദ്ധീകരിക്കാൻ, അന്തോണീച്ചൻ്റെ നാവ് പോലെ നമ്മുടെ നാവിനെ ആക്കാൻ ഇന്ന് ഈ ബലിയർപ്പണ സമയത്ത് ഈ അൾത്താരയിൽ നിന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട്, നാവ് നീട്ടിയേ മകളെ, മകനെ, ഞാൻ നിന്റെ നാവിനെ സ്പർശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാവിലേക്ക് ഈശോയുടെ തിരുശരീരം കടന്നു വരുമ്പോൾ ആ നാവിലേക്ക് ആ ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം, പൗലോസ് അപ്പോസ്തലനെ പോലെ, ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അങ്ങനെ പറയാൻ സാധിച്ചാൽ അതുപോലെ ജീവിക്കാൻ പറ്റും. അങ്ങനെ ജീവിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ അപ്പനെ, എൻ്റെ അമ്മയെ, ജീവിത പങ്കാളിയെ, മക്കളെ, സഹോദരങ്ങളെ ഒക്കെ തിരിച്ചറിയാൻ സാധിക്കും. അവരിലെ ക്രിസ്തുവിനെ നാം സ്വാംശീകരിക്കുകയാണ്. ആ ക്രിസ്തുവിനെ തിരിച്ചറിയുമ്പോൾ പിന്നീടുണ്ട് ജീവിതം എന്ന് പറയുന്നത്, അത് ആഴമായ ബന്ധത്തിൻ്റെ ഒരു പുനരാഹ്വാനമായിരിക്കും. ആ ഒരു തിരിച്ചറിവ് സ്വന്തമാക്കിക്കൊണ്ട് എന്നിലെ ക്രിസ്തുവിനെ അപരനിലെ ക്രിസ്തുവിലേക്ക് എൻ്റെ വാക്കിലൂടെയും നോട്ടത്തിലൂടെയും ചിന്തയിലൂടെയും ഒക്കെ പകർന്ന് നൽകിക്കൊണ്ട് നല്ല ഒരു ക്രിസ്തു ജീവിതം ആസ്വദിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.